അങ്ങനെ ആപ്പിൾ iOS 26 റിലീസ് ചെയ്ത് ഒരാഴ്ചയാകുന്ന സമയത്ത് ആപ്പിൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കാണ് iOS 26.1 ബീറ്റ 1. സോ ഇത് 26.1 ബീറ്റ 1 ആണ്. നിരവധി മാറ്റങ്ങൾ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് 12.66 GB ആണ് ഐഫോൺ 16 Pro Maxൽ. എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഒരു അപ്ഡേറ്റിന് ഇത്രയും വലിയൊരു സൈസ് വരുന്നത്. പൊതുവേ നമ്മൾ കാണുന്ന ഒരു 8 GB 9 GB അങ്ങേയറ്റം പോയ 10 GB ആണ്. പക്ഷേ 16.1 ബീറ്റയ്ക്ക് ആദ്യമായിട്ടാണ് 10 GB മേളിൽ അപ്ഡേറ്റ് സൈസ് പോകുന്നത്. ഇതിപ്പോൾ 16 Pro Maxൽ ഇങ്ങനെ, എന്നാൽ മറ്റ് 17 സീരീസിലൊക്കെ 14 GB 13 GB മുകളിലാണ്. എനിവേ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, എന്തൊക്കെ ബഗ് ഫിക്സുകളാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ മാറ്റം ആപ്പിൾ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ നമുക്കറിയാം ഐഫോൺ 15 Pro മുതലുള്ള ഡിവൈസുകളാണ് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ലാംഗ്വേജ് ഓപ്ഷനിൽ ആപ്പിൾ പുതിയ ലാംഗ്വേജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഡാനിഷ്, സ്വീഡിഷ്, തായ്, ടർക്കിഷ്, വിയറ്റ്നാമീസ്, ചൈനീസ് പോലുള്ള ലാംഗ്വേജ് സപ്പോർട്ട് ആപ്പിൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇന്ത്യയിൽ നമുക്കറിയാം നിലവിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷേ ചൈനീസ് തന്നെ പല വേരിയൻസിൽ സപ്പോർട്ടഡ് ആണ്. 2 എയർപോഡുകൾക്ക് നിങ്ങൾ iOS 26ലേക്ക് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയർപോഡ്സിൻ്റെ ഫേംവെയറും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് എയർപോഡ്സ് 4th ജനറേഷൻ, അതുപോലെ എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ ആൻഡ് 3rd ജനറേഷൻ, ഈ 3 ഡിവൈസുകൾക്കും ആപ്പിളിൻ്റെ ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പം എനേബിൾഡ് ആയിട്ടുണ്ട്. iOS 26ലേക്ക് നിങ്ങളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനോടൊപ്പം തന്നെ ഡിവൈസിൻ്റെ എയർപോഡ്സിൻ്റെ ഫേംവെയറും ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. സോ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ലാംഗ്വേജ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ബീറ്റയിലാണ് കറൻറ്റ്ലി ഉള്ളത്. ലാംഗ്വേജസിൽ ജർമ്മൻ, ജാപ്പനീസ്, കൊറിയൻ, പോർച്ചുഗീസ്, ചൈനീസ്, ഇറ്റാലിയൻ ഇങ്ങനെയുള്ള കുറച്ച് ലാംഗ്വേജുകൾ അഡീഷണലി പുതിയ അപ്ഡേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലാംഗ്വേജുകളെല്ലാം തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഭാഷ നമുക്ക് കേട്ടാൽ പോലും ലൈവായിട്ട് നമ്മുടെ ഡിവൈസിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ എയർപോർട്സിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ബീറ്റ സോഫ്റ്റ്വെയർ അവൈലബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എയർപോർട്സുകൾ ഇനി മുതൽ അപ്ഡേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൽ എയർപോർട്ട് ബീറ്റ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൻ്റെ ബീറ്റ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിവിടെ പോപ്പപ്പ് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എയർപോർട്സ് വളരെ ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആപ്പിൾ ഓഫർ ചെയ്തിരുന്ന ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞ ഫീച്ചറും ഇപ്പം ഇത് ഇവിടെ എനേബിൾഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ എയർപോർട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എയർപോർട്സ് ചെവി വെച്ചിട്ട് നമുക്ക് ഡിവൈസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. +1 എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം എയർപോർട്സ് എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ ജസ്റ്റ് 1 പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ടൈമറിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഫോട്ടോസ് എളുപ്പം എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് 1 പ്രസ് ചെയ്യുക, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ബൈ ദ വേ, ഞാനിവിടെ ഉപയോഗിക്കുന്ന എയർപോർട്സിൻ്റെ കേസ് എന്ന് പറയുന്നത് ESR എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കേസാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇനി ഇങ്ങനെ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന UI പരമായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതും വലുതുമായിട്ടുള്ള പല അഴിച്ചുപണികളും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വൈഫൈ ടോഗിളിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം ആപ്പിൾ പരിഹരിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കമ്പാരിസണിൽ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണിച്ചു തരാം. വൈഫൈ. സോ ഇവിടുത്തെ ആനിമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രീവിയസ്ലി നമുക്ക് ആനിമേഷൻ നോർമൽ ആനിമേഷനാണ്, ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ആനിമേഷൻ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫോട്ടോസ് ആപ്പിൽ വന്ന ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഇവിടെ ഫോട്ടോസിൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഉള്ള ആ സ്ക്രബിങ്, താഴത്തെ ആ ഒരു മെനു ഓപ്ഷൻ ആപ്പിൾ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ. iOS 26ൽ ഇതായിരുന്നു, ഈ ഒരു രീതിയിലായിരുന്നു സ്ക്രബിങ് നടന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അതിൽ ഈ ഒരു ടൈം ലൈനിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് അവിടെ പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. അതോടൊപ്പം പ്ലേ ചെയ്യുന്ന സമയത്ത് ഓഡിയോ നമുക്ക് കട്ട് ചെയ്യാനുള്ള, മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. എന്നാൽ 26.1 അപ്ഡേറ്റിൽ നമുക്ക് അവിടെ ഓഡിയോ മ്യൂട്ടാക്കാനും പ്ലേ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ സ്ക്രബും ആ മെനുവും മൊത്തത്തിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈം ലൈനും നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുമ്പം നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടൈം കോഡ് നമുക്ക് പോപ്പപ്പായി വരുവാണ് ചെയ്യുന്നത്. എന്നാൽ iOS 26ൽ അങ്ങനെയില്ല. ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുമ്പം ചെറിയൊരു ആനിമേഷനാണ്. പക്ഷെ ഇത് കൊള്ളാം, നൈസായിട്ടുള്ള ആനിമേഷനാണ്. മ്യൂസിക് ആപ്പിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് പാട്ടുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പം എന്നുള്ള ഒരു പുതിയ ജസ്റ്റർ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്, സ്വൈപ്പ് ജസ്റ്റർ. മ്യൂസിക് ആപ്പിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ വളരെ എളുപ്പത്തിൽ ഒരു സിംഗിൾ ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ സ്കിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഒരു ബട്ടൻ്റെയും സഹായമില്ലാതെ. ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇപ്പം നിലവിൽ നമുക്ക് പാട്ട് ഏതാണോ അത് അവിടെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. എന്നാൽ 26.1ൽ
ഇവിടുന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഈ ബോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ പാട്ടുകൾ വളരെ എളുപ്പത്തിൽ ഇപ്പം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഫീഡ്ബാക്ക് ലഭിക്കും. സോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പാട്ട് ചേഞ്ച് ആയി എന്നുള്ളത്. ഇവിടെ iOS 26 അങ്ങനെ ഒരു ഓപ്ഷനെ കൊടുത്തിട്ടില്ല. ഇനി രണ്ടാമത് പാട്ട് ചേഞ്ച് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും മുകളിലുള്ള ആൽബം ആർട്ടിൻ്റെ അവിടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പാട്ടിൻ്റെ പേരും ആർട്ടിസ്റ്റിൻ്റെ പേരും എഴുതിയേക്കുന്നതിന് അവിടെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ പാട്ടുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ട് ആനിമേഷനിൽ വന്ന ചേഞ്ചാണ്. ഇപ്പോൾ iOS 26 നമ്മളിപ്പോൾ പാട്ടുകൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റുകളുടെ അവിടെ നോക്കിയാൽ വലിയ ആനിമേഷൻ ആയിട്ട് എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ 26.1 ബീറ്റ 1 ഇവിടെ കണ്ടോണം, നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ പാട്ടിൻ്റെ പേരും ആ ടൈറ്റിലും പെട്ടെന്ന് അങ്ങ് വന്ന് ഇടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ആനിമേഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. 3 മെനുവിനകത്ത് വന്ന ചേഞ്ചാണ്. ഇവിടെ മെനുവിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിലായിട്ട് ഗോ ടു ആൽബം, അതുപോലെ വ്യൂ ക്രെഡിറ്റ്, ഷെയർ ലിറിക്സ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ട്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഇന്നർ മെനു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഗോ ടുവിനകത്ത് ഗോ ടു പ്ലേലിസ്റ്റ്, ഗോ ടു ആൽബം, ഗോ ടു ആർട്ടിസ്റ്റ്. അതുപോലെ നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആപ്പിൾ ഇതിനകത്ത് ഹാപ്റ്റിക്സ്, അതായത് മ്യൂസിക് ഹാപ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പപ്പ് വരുന്നതിൻ്റെ ആനിമേഷൻ ആപ്പിൾ ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുമ്പം വരുന്ന ആനിമേഷൻ വളരെ സ്ലൈറ്റായിട്ട് ഫെയ്ഡ് ഇൻ ആവുകയും ഫെയ്ഡ് ഔട്ട് ആകുന്ന ആ ഒരു ആനിമേഷൻ ആപ്പിൾ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം UI ചേഞ്ചിലാണ്. iOS 26 നമുക്കറിയാം ഇതാണ് ഫോണിൻ്റെ കീപാഡ് എന്ന് പറയുന്നത്. ഈ കീപാഡ് നമുക്ക് പ്രീവിയസ്ലി iOS 18 17 എല്ലാം കണ്ടുവന്ന പോലെ അതിൽ ഗ്ലാസ് എലമെൻറ്റ്സ് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. കാരണം നമുക്ക് ആ ഗ്രേ കളറിലുള്ള സർക്കിളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ iOS 26.1 അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കാണാം ഗ്ലാസ് എലമെൻറ്റ്സ് ആയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് വന്നിരിക്കുന്ന സർക്കിൾസ് എല്ലാം തന്നെ ലിക്വിഡ് ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചെറിയ ഷാഡോസും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒരു ചെറിയ ആനിമേഷൻ ചേഞ്ചും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ലോക്ക് സ്ക്രീനിലാണ്. ലോക്ക് സ്ക്രീനിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്ലോക്കിൻ്റെ വിജിറ്റിൽ അല്ലെങ്കിൽ ക്ലോക്ക് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഫോണ്ട് കളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും താഴെ നമുക്ക് ഗ്ലാസ് സോളിഡ് എന്ന് പറയുന്ന 2 സ്വിച്ചുകൾ അല്ലെങ്കിൽ ബട്ടണുകൾ ആപ്പിൾ കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അത് വളരെ ചെറുതാണ്, തീരെ കാണാൻ സാധിക്കത്തില്ലാത്ത രീതിയിലാണ്. പക്ഷേ പുതിയ അപ്ഡേറ്റിൽ അത് വലുതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ളൊരു വാൾപേപ്പറിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. വലിയ ലാർജറായിട്ടുള്ള ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ ചേഞ്ച് ഫോണ്ടുകളിലും വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫോണ്ടുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ കോളമാണ് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ലിക്വിഡ് ഗ്ലാസ് കോളമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെ ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഫോൺ സെറ്റിംഗ്സിൽ അതിൽ ഹോൾഡ് അസിസ്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ iOS 26 നിങ്ങൾ കാണാം വലിയൊരു സ്പേസ് തന്നെയാണ്. അതായത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ആ ഒരു ടൈറ്റിലും കൊടുക്കാൻ വേണ്ടി ഒരൊറ്റ സിംഗിൾ ടാബിലായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ iOS 26.1 വന്നപ്പം അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ താഴെ നോർമലി നമ്മൾ കാണുന്ന പോലത്തെ ഒരു സെപ്പറേറ്റഡ് ഓപ്ഷനായിട്ടും മറ്റേത് ഒരു ടാബിലായിട്ടാണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. സെറ്റിംഗ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷനിൽ ഏറ്റവും താഴെ ആപ്പിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ് റെഡ്യൂസ് ലൗഡ് സൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. അത് ആപ്പിൾ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തുള്ള ഡിസ്ക്രിപ്ഷൻ ആപ്പിൾ ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ കാര്യത്തിൽ ഈ ഒരു റെഡ്യൂസ് ലൗഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഫീച്ചർ വർക്കാവും എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോങ്സിൽ, മൂവീസിൽ ആൻഡ് അതർ മീഡിയ. റെഡ്യൂസ് ഓഡിയോ വോളിയം റേഞ്ച് ആൻഡ് ക്രിയേറ്റ് സോഫ്റ്റ് സൗണ്ട് എഫക്ട്സ് വൈൽ മെയിൻറ്റെയിനിങ് ദ ക്വൈറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ ഒറിജിനൽ ഓഡിയോ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് iOS 26.1 അപ്ഡേറ്റിൻ്റെ ബീറ്റയിൽ ആപ്പിൾ ഇപ്പം ആദ്യത്തെ ബീറ്റയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആപ്പിൾ iOS 26.0.1 എന്ന് പറയുന്ന iOS 26ൻ്റെ നിലവിൽ നമ്മളുടെ എല്ലാം ഡിവൈസിൽ റൺ ചെയ്യുന്ന iOS 26-ന് ഒരു ചെറിയ അപ്ഡേറ്റ് മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിലുണ്ടായിരിക്കുന്ന ബഗ്ഗുകൾ, പ്രത്യേകിച്ച് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ്, ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തുകൊണ്ടാണ് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാകുന്നത്, ഇനി ബാറ്ററി ഡ്രെയിനിങ് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം, അതിൻ്റെ പിന്നിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ആസ് എ യൂസർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി, അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ iOS 26ൻ്റെ യൂസേജ്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ iOS 26, iPhone 17 സീരീസിൻ്റെ ഒക്കെ നിരവധി വീഡിയോസ് ഇനിയും വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.